Good afternoon all. Last day നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് ഡെഫിനേഷൻസ് ഒക്കെ നമ്മൾ നോക്കി. ലിമിറ്റ്, റേഞ്ച്, എങ്ങനെയാണ് അതിന് ഫ്രീക്വൻസി റൂൾസുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫോം ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഡേറ്റ തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഹയസ്റ്റ് വാല്യൂ കാണുക, സ്മോളസ്റ്റ് വാല്യൂ കാണുക, ഒരു ക്ലാസ് ഇൻ്റർവെൽ കാണുക. അതൊക്കെ നമ്മൾ പഠിച്ച ഡെഫിനേഷൻസ് എങ്ങനെയാണ് പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്നതെന്നാണ്, അത് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. 4 പ്രോബ്ലമാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൽ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയാണ്, ബാക്കി 3 ഞാൻ ക്ലാസ്സിൽ ചെയ്യും. അതിൽ 2 നോട്ടിൽ ചെയ്തിട്ടിരിക്കുന്നത്, 1 കൂടി വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. So first problem is the final grades in mathematics of 50 students in a university are given below. നമ്മൾ 50 സ്റ്റുഡൻസിൻ്റെ മാർക്കാണ് തന്നിരിക്കുന്നത്. 68, 84, 75, 82, 68 and so on up to 71. First problem is find the highest grade. ഇതിലെ ഏറ്റവും കൂടിയ മാർക്ക്. അപ്പോൾ നമുക്ക് ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇത് 84 ആണ് കൂടുതൽ. ഇങ്ങോട്ട് പോരുമ്പോൾ 90 കൂടുതലുണ്ട്. ഇവിടെ എത്തുമ്പോൾ 93, ഇങ്ങോട്ട് വരുമ്പോൾ 93 കൂടുതലൊന്നും ഇവിടെ വന്നില്ല. ഇനി ഇങ്ങോട്ട് പോരുമ്പോൾ 95 കൂടുതൽ, 95 ആയി. ഇനി ഇങ്ങോട്ട് ചെക്ക് ചെയ്യുക, മൊത്തം ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ 95, ഇവിടെ എത്തുമ്പോൾ 97. അപ്പോൾ ഹയസ്റ്റ് ഗ്രേഡ് ഈസ് 97. ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ ആൻസർ അപ്പോൾ നമുക്ക് കിട്ടി. ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടിയ മാർക്ക് കണ്ടുപിടിക്കുക, അതാണ് ഹയസ്റ്റ് ഗ്രേഡ്. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ ലോവസ്റ്റ് ഗ്രേഡ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് ഇതിൽ നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ 68 ആണ് ഇപ്പോൾ സ്മോളസ്റ്റ് ആയിട്ടുള്ളത്. ഇവിടെ എത്തിയപ്പോൾ 62 സ്മോളസ്റ്റ്, ഇതൊക്കെ അതിലും വലുതാണ്. ഇങ്ങോട്ട് നോക്കി നോക്കി ചെക്ക് ചെയ്ത് പോവാം. ഇവിടെ 60 ആണ് സ്മോളസ്റ്റ്, ഇവിടെ 61 ആണ് സ്മോളസ്റ്റ്, 60 ആണ് നിലവിൽ ഇപ്പോൾ സ്മോളസ്റ്റ് ആയിട്ടുള്ളത്. ഇതൊക്കെ അതിലും വലുതാണ്, ഇവിടെയും എല്ലാം വലുതാണ്. 60 ഇതും വീണ്ടും ഒരു 60 ഉണ്ട്, ഇവിടെയും 60. അപ്പോൾ സോ ലോവസ്റ്റ് ഗ്രേഡ് ഈസ് 60. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ റേഞ്ച്. റേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹയസ്റ്റ് കാണുക, സ്മോളസ്റ്റ് കാണുക, അതിൻ്റെ ഡിഫറൻസ് ആണ് റേഞ്ച്. സോ 97 - 60 = 37. അപ്പം ഇനി അവിടെ അപ്പോൾ ABCൻ്റെ ആൻസർ കിട്ടി. ഇനി വേണ്ടത് കൺസ്ട്രക്ട് എ ഫ്രീക്വൻസി ടേബിൾ. അപ്പം നമുക്കിവിടെ 60 തൊട്ടിട്ടുള്ളതാണ് വേണ്ടത്, 97 വരെ. അപ്പോൾ ഇവിടെ 37 ആണ് റേഞ്ച്. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഒരു 5 കിട്ടുന്ന രീതിയിൽ 60 to 64 അങ്ങനെ 5 കിട്ടുന്ന രീതിയിൽ 8 ക്ലാസ് ആയിട്ട് ഇതിനെ നമുക്ക് തിരിക്കാം. ഫസ്റ്റ് ക്ലാസ്സിൽ 62 നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യണതാണ്. നമുക്ക് ഇപ്പോൾ 16 വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇത്രയും ഗ്രേഡ് നമ്മൾ ക്ലാസ് എത്രയാണെന്നുള്ളത് നമ്മൾ നിശ്ചയിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു 8 എന്ന് പറയുന്നത് ഒത്തിരി വലുതല്ല, അപ്പോൾ നമുക്ക് ആ രീതിയിൽ എടുക്കാം. 37/5 എന്ന രീതിയിലാണ് ഞാൻ. അപ്പോൾ 7 പോയിന്റ് വരും, ഒരു 8 എന്ന രീതിയിൽ. സോ ഫസ്റ്റ് വൺ 60 to 64 ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഞാൻ എടുത്തു. സെക്കൻഡ് ക്ലാസ് 65 to 69, തേർഡ് 70 to 74. അങ്ങനെ ഇപ്പോൾ ടോട്ടൽ ഹയസ്റ്റ് 97 ആണ്. 97 നമ്മളിപ്പോൾ എല്ലാം ചെയ്ത് 5-ആയതുകൊണ്ട് അതും കൂടെ കൂട്ടി 95 to 99. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലാസ് ഫോം ചെയ്തു. ഇനി അതിലുള്ള ഗ്രേഡ്സ് നോക്കുക. ഈ ഇവിടെ നോക്കിയിട്ട് ആദ്യത്തേൽ 60 to 64 നോക്കുമ്പോൾ ഫസ്റ്റ് ഇതിൽ നോക്കുക. ഫസ്റ്റ് റോയിൽ 60 to 64 ഉള്ളത് ഒരു 62 ഉണ്ട്. സെക്കൻഡ് റോയിൽ ഒരു 60 ഉണ്ട്. തേർഡ് റോയിൽ ഒരു 60 ഉണ്ട്. 2 60, ഒരു 62, ഒരു 61, 2 62 ആയി, 2 60 ആയി, ഒരു 61 ആയി, ഒരു 63 ആയി. ഇതൊക്കെ അതിലും വലുതാണ്. 3 60 ആയി, ഒരു 61 ആയി, 2 61 ആയി, 4 60 ആയി. അപ്പം അങ്ങനെ എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് ആ ക്ലാസ്സിലുള്ളത് ഇതിൽ നിന്ന് നോക്കി നോക്കി പെറുക്കി എഴുതുക. 60 എത്രയുണ്ട്, 61 എത്രയുണ്ട്, 60 തൊട്ട് 64 വരെയുള്ളത് ആ ഗ്രേഡിൽ എഴുതുക. എന്നിട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് എഴുതുന്നത് ഇത് എത്ര ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി.
അതുപോലെ അടുത്ത ക്ലാസ് എഴുതുക 65 to 69. ഇവിടെ ചെക്ക് ചെയ്യുക 65 തൊട്ടിട്ട് 69 ഉള്ളത് 68 ഒരെണ്ണം 68 രണ്ടെണ്ണം. ഇങ്ങോട്ട് പോരുമ്പോൾ ഇവിടെ ഒന്നുമില്ല. 65 ഒന്നോടെ വന്നു 65 68 69. ഇനി വന്നത് 66 ഒന്നുണ്ട് 69 വേറെ ഒന്നുകൂടി വന്നു 68. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ പോകുന്ന 1 2 3 4 5 6 6എണ്ണാണുള്ളത് 65 to 69 ഉള്ളത്. ആ 6 ഗ്രേഡ്സിൻ്റെ താഴെ എഴുതുക, ടോട്ടൽ ഫ്രീക്വൻസി എഴുതുക. അങ്ങനെ അടുത്തത് 70 to 74. അത് നമ്മൾ ഫിഗർ വെച്ച് ചെക്ക് ചെയ്തിട്ട് 70 to 74 ഉള്ളത് ഇതിൽ ചെക്ക് ചെയ്യുക. 70 to 74 ഇവിടെ ഒരു 73 ഉണ്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണ്, കോളത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഒരെണ്ണം 1, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുണ്ട് 2 എണ്ണമായി 3 എണ്ണമായി 74 3 4 എണ്ണമായി 5 എണ്ണമായി 6 എണ്ണമായി 7 എണ്ണമായി 72. ഇപ്പോൾ 7 എണ്ണം ഉണ്ട്. അങ്ങനെ നമ്മൾ എല്ലാം പെറുക്കി എഴുതുക. അതിൻ്റെ ഫ്രീക്വൻസി റൈറ്റ് സൈഡിൽ എഴുതുക. സോ ദിസ് ഈസ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ടോട്ടൽ നമുക്ക് ഈ ഫ്രീക്വൻസി എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ ഷുഡ് ബി 50. നമ്മളവിടെ ടോട്ടൽ പറഞ്ഞിട്ടുണ്ട് 52 സ്റ്റുഡൻസിൻ്റെ ഗ്രേഡ്സ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും മിസ്സായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഫ്രീക്വൻസി ഒക്കെയും കൂടി ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ 50 കിട്ടിയോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതിൽ ഈ പാർട്ട് ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു റിസീവ്ഡ് ഗ്രേഡ്സ് ഓഫ് 75 ഓർ ഹയർ. 75 കൂടിയത്. അപ്പോൾ നമുക്കിവിടെ ഈ ടേബിളിൽ നിന്ന് തന്നെ എഴുതാം. 75 ഓർ ഹയർ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടുള്ളതാണ്. 75 തൊട്ടിട്ട് 99 വരെയുള്ള എല്ലാം. അപ്പോൾ നമുക്ക് ഇവിടെ 75 to 79 11 ഉണ്ട്, അടുത്തതിൽ 4 ഉണ്ട്, 6 ഉണ്ട്, 3 ഉണ്ട്, 4. അപ്പോൾ ഇവിടെ തൊട്ടുള്ളത് ആഡ് ചെയ്യുക. 11 plus 4 15, 15 plus 6 21, 21 plus 3 24, 24 plus 4 28. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു റിസീവ്ഡ് ഗ്രേഡ്സ് ബിലോ 85. ഇപ്പോൾ 85 താഴെയുള്ളത് 85 താഴെയുള്ളത് നോക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇതിലേക്ക് വരിക. 85 താഴെയുള്ള ക്ലാസ് ഇവിടം വരെയുള്ളതാണ്, 84 വരെയുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഇവിടം വരെയുള്ള ഫ്രീക്വൻസികളെല്ലാം കൂടി ആഡ് ചെയ്യുക. 9 plus 6 plus 7 plus 11 plus 4 plus 6. അതെല്ലാം 6 വരുമ്പോഴേക്ക് 4 വരെ മതി. 6 വരുമ്പോൾ 85 കൂടെ ഇൻക്ലൂഡ് ചെയ്താണ്. അപ്പോൾ 4 വരെ ഉള്ളത്. അപ്പോൾ 4 plus 11 15, 15 plus 7 22, 22 plus 6 28 plus 9 28 plus 9 37. അപ്പോൾ അതാണ് ബിലോ 85 എന്നുള്ളതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹു റിസീവ്ഡ് ഗ്രേഡ്സ് ഹയർ ദാൻ 65 ബട്ട് നോട്ട് ഹയർ ദാൻ 85. അപ്പോൾ നമ്മൾ 65 കൂടുതലുള്ളത് 85 താഴെയുള്ളത്. അപ്പോൾ 65 കൂടുതലുള്ളത് ഇവിടെ നിന്ന് വരുമ്പോൾ 6 ഉണ്ട്. നമ്മുടെ ഈ പ്രോബ്ലത്തിൽ ഒരു 65 ഉള്ള ഒരെണ്ണം ഉണ്ട്. അതിനെ നമുക്ക് ഇവിടെ നിന്ന് നോക്കി അതിനെ ഒന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ എഫിൽ ആദ്യം നമ്മൾ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു റിസീവ്ഡ് ഗ്രേഡ്സ് ഹയർ ദാൻ 65 ബട്ട് നോട്ട് ഹയർ ദാൻ 65 എന്നാണ് 85 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ക്ലാസ്സിൽ ഒരു 65 ഉള്ളതുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 6 minus 1 plus 70 to 74 എല്ലാം എടുക്കാം. 7 plus 11 plus 84 വരെയുള്ള 4 ഇവിടം വരെയുള്ളത് എല്ലാം എടുക്കാം. പിന്നെ ഈ ക്ലാസ്സിൽ 85 ഉള്ള മാർക്കും കൂടി നോട്ട് ഹയർ ദാൻ 85 എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് 85 ഉള്ളത് എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള 2 മാർക്ക് കൂടിയുണ്ട്. അതും കൂടി ആഡ് ചെയ്തിട്ട് വരുമ്പോൾ 5 plus 7 12, 12 plus 11 23, 23 plus 4 27, 27 plus 2 29. ഇനി അതിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 29 സ്റ്റുഡൻസ് ഉണ്ട്, ഔട്ട് ഓഫ് 50 സ്റ്റുഡൻസ് ആണ്. 29/50 into 100 which is equal to, നമ്മൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക, ഇറ്റ് ഈസ് ഈക്വൽ ടു 58%. നൗ സെക്കൻഡ് പ്രോബ്ലം ഈസ്, ഇതാണ് ചോദ്യം, ഫൈൻഡ് ദ ഹയസ്റ്റ് വെയിറ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓരോന്ന് വെച്ച്
In the following table, the weights of 40 students in a class are recorded to the nearest pound. 138, 164, etc. അപ്പോൾ ഇതിൽ ഫൈൻഡ് ദ ഹയസ്റ്റ് വെയിറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ചെക്ക് ചെയ്യുക. ഇവിടുത്തെ 164 ആണ് ഹയസ്റ്റ്, അതിന് മുകളിലൊന്നും ഇവിടെ ഇല്ല. ഈ സെക്കൻഡ് റോ എടുത്തു കഴിയുമ്പോഴും 164ലും മീതെ ഉള്ളതില്ല. ഇവിടെ 168 ഉണ്ട്, അതിലും മീതെ 176 ഉണ്ട്. ഇങ്ങോട്ട് പോരുമ്പോൾ അതിലും വരുന്നൊന്നുമില്ല. സോ 176 ഇസ് ദ ഹയസ്റ്റ് വെയിറ്റ്. അടുത്തത് 119 ഇസ് ദ ഹയസ്റ്റ്, ഇസ് ദ ലോവസ്റ്റ് വെയിറ്റ്. നമ്മൾ ചെക്ക് ചെയ്യുക 119 ആണോ എന്നുള്ളത്. ഇവിടുത്തെ മിനിമം 125 ആണ്. സെക്കൻഡ് റോയിൽ മിനിമം, അതിലും മിനിമം ഉള്ളതൊന്നുമില്ല. തേർഡ് റോയിൽ മിനിമം 119 ആണ്, അതിൽ മിനിമം ഉള്ളത് വേറെ ഇല്ല. ഫോർത്ത് റോയിലും മിനിമം 11. സോ ദ ലോവസ്റ്റ് ഈസ് 119. സോ ദ റേഞ്ച് ഈസ് 176 മൈനസ് 119 വിച്ച് ഈസ് ഈക്വൽ ടു 57. 57 ആയതുകൊണ്ട് നമുക്ക് 5 ഉള്ള 10 റേഞ്ചിൽ വേണമെങ്കിലും എടുക്കാം. സോ 119 to 129 ആ ഒരു റേഞ്ചിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൽ നിങ്ങൾ എടുക്കേണ്ടത് ലെഫ്റ്റ് സൈഡിൽ വേണ്ടത് വെയിറ്റ് അല്ല ക്ലാസ് വരിക 119 to 128, 129 to 138, 139 to 148, 149 to ആ രീതിയിലെടുക്കാം. 10 റേഞ്ചിലെടുക്കാം. പിന്നെ എടുക്കാവുന്നത് വെയ്റ്റ്സ്, അടുത്തതിൽ ഫ്രീക്വൻസി. അങ്ങനെ മൂന്ന് കോളമുള്ള ടേബിൾ ഫോം ചെയ്യുക. നെക്സ്റ്റ് പ്രോബ്ലം, കൺസിഡർ ദ ഫോളോവിങ് frequency distribution of weekly wages of 65 employees in a company. So this wages കിട്ടിയിട്ടുണ്ട് 250 to 259.99, 260 to 269.99, 270 to 279.99. ഇവിടെ ഓരോ നമ്പർ ഓഫ് എംപ്ലോയീസും കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ടേബിൾ കിട്ടി. ഇനി ആ ടേബിൾ വെച്ചിട്ട് ഡിറ്റർമൈൻ ദ ലോവർ ലിമിറ്റ് ഓഫ് 6th ക്ലാസ്. അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവെലുള്ള ഇതാണ് ഒരു ക്ലാസ്, 250 to 259.99. ഇത് ഫസ്റ്റ് ക്ലാസ്, ഇത് സെക്കൻഡ് ക്ലാസ്, ഇത് തേർഡ് ക്ലാസ്, ഇത് ഫോർത്ത് ക്ലാസ്, ഇത് 5th, 6th. അപ്പോൾ ലോവർ ലിമിറ്റ് ഈസ് 6th ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ഈസ് 300. നമ്മളിവിടെ നോക്കാം 1, 2, 3, 4, 5, 6. സോ ഇറ്റ് ഈസ് 300. ഇനി അടുത്തത് അപ്പർ ലിമിറ്റ് ഓഫ് 4th ക്ലാസ്. ഇനി ഇവിടുന്ന് 1, 2, 3, 4 അതിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 289.99. തേർഡ് പ്രോബ്ലം, ദ ക്ലാസ് മാർക്ക് ഓർ ക്ലാസ് മിഡ് പോയിന്റ് ഓഫ് തേർഡ് ക്ലാസ്. ഇപ്പം ഇതിൻ്റെ തേർഡ് ക്ലാസ് എടുക്കുക. ഇതാണ് തേർഡ് ക്ലാസ്, 279.90. അതിൻ്റെ ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ ക്ലാസ് മിഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അതിൻ്റെ രണ്ട് എൻഡിലുള്ള ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടെ ആഡ് ചെയ്യുക. 270 plus 279.99 ഡിവൈഡഡ് ബൈ 2. ഇപ്പം രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക. നിങ്ങൾ കാൽക്കുലേറ്റർ ചെക്ക് ചെയ്യുക ആൻസർ കറക്റ്റ് ആണോന്ന്. 274.995. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്ലാസ് ബൗണ്ടറീസ് ഓഫ് ദ 5th ക്ലാസ്. 5th ക്ലാസ് ആദ്യം കണ്ടുപിടിക്കുക. 1, 2, 3, 4. 5th ക്ലാസ് ബൗണ്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4th ക്ലാസ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും നോക്കുക. ലോവർ ക്ലാസ് ബൗണ്ടറി ഓഫ് 5th ക്ലാസ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. അതിന് 4th ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് വേണം. അപ്പം നമ്മൾ ഇവിടെ 4th ക്ലാസ്, ഇപ്പോൾ 5th ക്ലാസ്സിൻ്റെ ബൗണ്ടറി കണ്ടുപിടിക്കാനാണെങ്കിൽ പോലും നമുക്ക് 4th ക്ലാസ്സിൻ്റെ ആവശ്യമുണ്ട്, 6th ക്ലാസ്സിൻ്റെ ആവശ്യമുണ്ട്. 4th ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി, 5th ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി 4th ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും 5th ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും കൂടി എടുത്തിട്ട് അതിൻ്റെ ആവറേജ് ചെയ്യുക. അപ്പോൾ 290 plus 289.99 by 2. സോ 289.995. ഇനി അപ്പർ ക്ലാസ് ബൗണ്ടറി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അപ്പർ ലിമിറ്റും 299.99, 6th ലോവർ ലിമിറ്റും അത് രണ്ടും കൂടെ എടുത്തിട്ട് ആവറേജ് ചെയ്യുക. 299.995. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സോ ദ സൈസ് ഓഫ് ദ 5th ക്ലാസ് ഇൻ്റർവെൽ. അപ്പോൾ നമ്മൾ ബൗണ്ടറി കിട്ടി. ഇനി അതിൻ്റെ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പർ ബൗണ്ടറി മൈനസ് ലോവർ ബൗണ്ടറി. ഇപ്പോൾ 299.995 നമുക്കിപ്പോൾ കിട്ടിയതാണ്. 299.995 മൈനസ്
289.995 which is equal to 10. ഇനി ഉള്ളത് എഫ് ആണ്, ദ ഫ്രീക്വൻസി ഓഫ് തേർഡ് ക്ലാസ്. അപ്പോൾ നമ്മളിവിടെ തേർഡ് ക്ലാസ് നോക്കുക. 1, 2, 3 അതിൻ്റെ ഫ്രീക്വൻസി 16. എച്ച് ദ ക്ലാസ് ഇൻ്റർവൽ ഹാവിങ് ലാർജസ്റ്റ് ഫ്രീക്വൻസി. ലാർജസ്റ്റ് ഫ്രീക്വൻസി ഉള്ളതിൻ്റെ ക്ലാസ് ഇൻ്റർവൽ ഇവിടെ ലാർജസ്റ്റ് ക്ലാസ് ഉള്ളത് 16 ആണ്. അതിൻ്റെ ക്ലാസ് ഇൻ്റർവൽ ഈസ് 270 to 79.99 which is 270 to 79.99. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രീക്വൻസി ഓഫ് ദ തേർഡ് ക്ലാസ്. അപ്പം നമ്മൾ തേർഡ് ക്ലാസ് ആദ്യം കണ്ടുപിടിക്കുക. ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ഈസ് ദിസ് വൺ, സെക്കൻഡ് ക്ലാസ് ഈസ് ദിസ് വൺ, തേർഡ് ക്ലാസ്. അതിൻ്റെ ഫ്രീക്വൻസി 16. അടുത്ത ക്വസ്റ്റ്യൻ ദ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് തേർഡ് ക്ലാസ്. അപ്പോൾ റിലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം അതിൻ്റെ ഫ്രീക്വൻസി എടുക്കുക 16 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി 65. 16 by 65. അപ്പോൾ നമുക്കൊരു ഫ്രാക്ഷണൽ വാല്യൂ ആണ് കിട്ടണേ. അതിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് 0.246 അതിനെ പെർസെൻറ്റേജ് ആയിട്ട് എഴുതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദ ക്ലാസ് ഇൻ്റർവൽ ഹാവിങ് ലാർജസ്റ്റ് ഫ്രീക്വൻസി. H is the class interval having largest frequency. അപ്പോൾ ഇതിൽ നോക്കുക ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ 2, 5, 10. ഇതിൽ 16 ആണ് ഏറ്റവും കൂടുതൽ. അതിൻ്റെ ഇൻ്റർവൽ 270 to 279.99. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദ പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയീസ് ഏണിംഗ് $280 per week. അപ്പോൾ ലെസ് ദാൻ 280 ആണ്. അപ്പോൾ ഇവിടെ വരെയുള്ള ആദ്യത്തെ 3 ക്ലാസ്സിലുള്ളത് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, അത് 3 കൂടെ ആഡ് ചെയ്യുക. 8 + 10 + 16 which is equal ആൻസർ ഈസ് 8 + 10 + 16 34. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് നമ്പർ ഓഫ് എംപ്ലോയീസ്. ഇനി ക്വസ്റ്റ്യൻ പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയീസ് ആയിരുന്നു. അപ്പോൾ ഡിവൈഡഡ് ബൈ 65 × 100 കൂടെ ചെയ്യുക. ഡിവൈഡഡ് ബൈ 65 ആകുമ്പോൾ 34 by 65 × 100 52.3%. ഇനി നമ്പർ ഓഫ് എംപ്ലോയീസ് ഏണിംഗ് ലെസ് ദാൻ $300 per week and but at least 260 per week. അപ്പോൾ 260 കൂടുതലുള്ളതും 300 താഴെയായിട്ടുള്ളതും ഇതിൽ നോക്കുക. 260 കൂടുതലുള്ളത് നമ്മൾ ഇവിടെ ഉണ്ട് 10, 16, 26 ആയി പ്ലസ് 40 ബാക്കിയുള്ളത് 290 അപ്പോൾ 40 by 65 260 300 ആണ്, 290 അല്ല. ലെസ് ദാൻ 300. സോ 260 കൂടുതലുള്ളത് 10 + 16 + 14 + 10. സോ 10 + 10 20, 20 + 30 50 out of 65. So the answer is 50 by 65 × 100 is equal to 76.9%. Next problem is the following table shows the frequency distribution of the number of minutes per week spent watch TV by 400 junior high students. Viewing time in minutes, number of students. അങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. വിത്ത് റെസ്പെക്ട് ടു reference to this table, determine the upper limit of the 5th class, the lower limit of the 8th class, the class mark of the 7th class, the class boundaries of the last class, the class interval size, the frequency of 4th class, the relative frequency of the 6th class, the percentage of students whose weekly viewing time does not exceed 600 minutes, the percentage of students with viewing times greater than or equal to 900 minutes, the percentage of students whose viewing times are at least 500 minutes but less than 1000 minutes. So this is the problem. Here A is equal to the upper limit of 5th class. So 5th class is 1, 2, 3, 4, 5. This is 5th class is 799. So upper limit is this limit is 799. Now second question is here B is equal to lower limit of 8th class. So 8th class is 1, 2, 3, 4, 5, 6, 7, 8. 1099. 8th class is 1099. So lower limit of 8th class is 1000. Now problem C is
the class mark or class midpoint of 7th class. So 7th class is 900, 999. So class mark is equal to midpoint of that. 900 plus 999 divided by 2, which is equal to 949.5. Now next problem is find the class boundaries of the last class. The last class is 1000, 1100, 1199. So class boundaries are ഇതിനകത്ത് നിന്ന് 1000. ഇതിന് തൊട്ട് മുകളിലുള്ള ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1099ലാണ് തീരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മിഡിൽ പോയിന്റ് 1099.5. ഇനി ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്കൊരു 0.5 ഡിഫറൻസ് ആണ് ഇവിടെ സബ്ട്രാക്ട് ചെയ്തത്, അതിവിടെ ആഡ് ചെയ്യുക 1199.5. നൗ problem E is the class interval size. So the answer is the class interval size is നമുക്കിപ്പോൾ ലാസ്റ്റ് ക്ലാസ് നോക്കി ക്ലാസ് ബൗണ്ടറി നമ്മളൊന്ന് ക്ലാസ് ബൗണ്ടറീസിൻ്റെ ഡിഫറൻസ് ആണ് ക്ലാസ് സൈസ് ഇൻ്റർവെൽ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ 199.5 മൈനസ് 1099.5 വിച്ച് ഇസ് ഈക്വൽ ടു 100. നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സിൻ്റെ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. സോ therefore the total class interval size is equal to 100. Now next question is the frequency of 4th class. 4th class is 1 2 3 4 which is equal to 600 699 and the frequency is 76. So the answer is 76. Now problem G is the relative frequency of 6th class. So this class is 1 2 3 4 5 6 62. Relative frequency is 62 by total number of this students. So it's 400. So it's equal to 62 by 400 which is equal to 0.155 which we can represent in percentage form as 15.5%. Next question is H. The percentage of students whose weekly viewing time does not exceed 600 minutes. So നമുക്ക് 600 minutes താഴെയുള്ളത് എല്ലാം കൂടി ആഡ് ചെയ്യണം. 14 plus 46 plus 58. അതാണ് അതിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 118. Therefore percentage of students whose weekly time less than 600 minutes equal to 118 total number of students 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുക which is equal to 0.295 which is equal to 29.5%. ഇനി പറഞ്ഞിരിക്കുന്നത് next question, the percentage of students who with viewing times greater than or equal to 900 minutes. അപ്പോൾ 900 തൊട്ടിട്ടുള്ള ഫ്രീക്വൻസി ടേബിളിൽ വരുന്നതാണ് എടുക്കേണ്ടത്. 48 plus 22 plus 6. So the answer is 76. അപ്പോൾ പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 76 by 400 which is equal to 0.19. പെർസെൻറ്റേജിലേക്ക് എഴുതുമ്പോൾ 19%. Now next question is the number of students, the percentage of students whose viewing time are at least 500 minutes but less than 1000 minutes. അപ്പോൾ നമ്മുടെ 500 തൊട്ടിട്ടുള്ള ഫ്രീക്വൻസി ടേബിളിലുള്ള 58 plus 60 76 plus 68 plus 62 plus 48. അപ്പോൾ ലെസ് ദാൻ 1000 എന്ന് പറഞ്ഞാൽ 999 വരെയുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. സോ ദ ആൻസർ ഈസ് 312 and the percentage is divided by 312 divided by total number of students equal to 400. So which is equal to 0.78 which is equal to 78%.